ഉയരം കുറഞ്ഞ ആളുകളുള്ള ഒരു ദ്വീപിന്റെ കഥ പറഞ്ഞ സിനിമയാണല്ലോ അത്ഭുത ദ്വീപ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും അത്തരമൊരു സ്ഥലം കാണുമോ? ഉണ്ട് എന്നാണ് ഉത്തരം. ചൈനയിലെ ഒരു വിദൂര ഗ്രാമമായ യാങ്സിയാണത്. ഈ ഗ്രാമത്തിലെ 40% നിവാസികളും കുള്ളന്മാരാണ്. തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ സിജുവാൻ പ്രവിശ്യയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ നാനാഭാഗത്തു നിന്നും കുള്ളന്മാർ ഇവിടെ വന്ന് താമസമാക്കിയവരല്ല. അവരെല്ലാം യാങ്സി എന്ന ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാണ്. ഈ വിചിത്രമായ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ കുള്ളന്മാരുടെ ഗ്രാമം എന്നാണ്. ചൈനയിലെ ഈ ഗ്രാമം പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ അമ്പരപ്പിക്കുന്നു. ഇവിടെയുള്ള 80 നിവാസികളിൽ 36 പേരും കുള്ളന്മാരാണ്. കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള വ്യക്തിക്ക് 3 അടി 10 ഇഞ്ചും ഏറ്റവും ഉയരം കുറഞ്ഞയാൾക്ക് 2 അടി 1 ഇഞ്ചുമാണ് നീളം. ഇന്നുവരെ ഇതിന് കൃത്യമായ വിശദീകരണം നൽകാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇതിന് പിന്നിലുള്ള കാരണം മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ സാധ്യമായ എല്ലാ പരിശോധനകളും നടത്തി നോക്കി. ഈ പ്രദേശത്തെ വെള്ളം, അവരുടെ ഭക്ഷണം, മണ്ണ് തുടങ്ങി എല്ലാം ഗവേഷകർ പരിശോധിച്ച് നോക്കി. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. എന്നാൽ ഈ ഗ്രാമത്തിലെ മുതിർന്നവർക്ക് ഇതിനൊരു വിശദീകരണമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു വേനൽക്കാല രാത്രിയിൽ 5 മുതൽ 7 വരെ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ ഒരു നിഗൂഢ രോഗം പടർന്നുവെന്ന് അവർ പറയുന്നു. അതോടെയാണ് കുട്ടികളിൽ വളർച്ച നിലച്ചത്. കൂടാതെ മറ്റ് ചിലർക്ക് വ്യത്യസ്തമായ ശാരീരിക വൈകല്യങ്ങളും ഉടലെടുത്തു. ഇതോടെ അവരുടെ സമാധാനവും സന്തോഷവും നശിച്ചു തുടങ്ങി. കാലം ചെല്ലുന്തോറും പുതിയ ചില അസാധാരണമായ വിശദീകരണങ്ങളും കഥകളുമായി ചിലർ ഈ ഗ്രാമത്തിലേക്ക് മുന്നോട്ട് വന്നു. ഈ ഗ്രാമത്തിലെ മണ്ണിൽ ഉയർന്ന അളവിൽ മെർക്കുറി സാന്ദ്രത ഉള്ളതിനാലാണ് ഈ അവസ്ഥയെന്ന് ചിലർ പറയുന്നു. എന്നാൽ അതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ആർക്കും ലഭിച്ചിട്ടുമില്ല. ഈ ദുരൂഹതയ്ക്ക് പിന്നിലെ കൃത്യമായ ഉത്തരം നൽകാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. യാങ്സി ഗ്രാമത്തിൻ്റെ നിലനിൽപ്പ് ചൈനയിലെ സർക്കാർ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെങ്കിലും വിദേശികൾക്ക് ഇവിടെ സന്ദർശിക്കാൻ അനുവാദമില്ല. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.